വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പൊക്കെ ആയല്ലേ? നോമ്പിന് നമുക്ക് ഡെയിലി തരിയാച്ചത് നിർബന്ധമായിരിക്കുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ. അപ്പോൾ അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ തരിയാച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ സമയത്ത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ തന്നെ ഇത് ചെയ്യണേ, വെളിച്ചെണ്ണ ഓയിൽ ഒന്നും എടുക്കരുത് കേട്ടോ. നെയ്യിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണേ. പിന്നെ ഇതാ ഇതിലേക്കൊരു 3, 4 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയെല്ലാം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും മണം ഒക്കെ ഉണ്ടാകും കേട്ടോ നമ്മുടെ തരിയാച്ചീന്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഈ ഒരു തരിയാച്ചിന്ന് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട്, അപ്പോൾ കുറച്ചധികം തന്നെ ആയിട്ട് ഇട്ട് കൊടുത്തു നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ ഉണക്കമുന്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ വറന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലെടുക്കുമ്പോൾ അത്യാവശ്യം ഞാൻ കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാല് കട്ടി കുറവുള്ള വെള്ളം പോലത്തെ പാലുണ്ടല്ലോ, അങ്ങനത്തെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1, 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ഒരുപാട് കൂടണ്ടേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ പാലൊന്ന് വെട്ടി തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഇതുപോലെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പാല് നല്ലപോലെ വെട്ടിത്തിളച്ച് മുകളിലോളായി വന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് റവയാണ്, തരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1/4 കപ്പിലും ഒരു പൊടിക്കധികമായിട്ടാണ് എടുത്തത്. ഏകദേശം ഒരു 1/3 കപ്പിൻ്റെ അടുത്തായിട്ട്. 1/4 കപ്പായാലും മതി കേട്ടോ. അപ്പോൾ ഇത് റവ ഒട്ടും തന്നെ കൂടരുത്, ഭയങ്കര തിക്കായി പോകും, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കാം മെല്ലെ മെല്ലെ. ആ ഒരു സമയത്ത് മറ്റേ കൈ കൊണ്ട് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ തന്നെ ചെയ്യുക. സ്പീഡായിട്ട് റവ ഒന്നിച്ചിടരുത് കേട്ടോ. ഇങ്ങനെ മെല്ലെ മെല്ലെ ഇടുമ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. കാരണം ചിലപ്പോൾ നമ്മൾ ചില ഇടത്തു നിന്നൊക്കെ പോയിട്ട് തരികാച്ചതൊക്കെ കുടിക്കുമ്പോൾ തരി അടിയിലും പാലും മുകളിലായിട്ട് ഇങ്ങനെ ഊറി നിൽക്കുന്ന ടെക്സ്ചർ ആവുമല്ലോ. അങ്ങനെ ഒരിക്കലും ആവരുത്. പാലും തരിയൊക്കെ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ റവയൊന്ന് കുക്കായി വരട്ടെ. റവ അറിയാലോ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിക്കോലും. നല്ലപോലെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ലൂസായിട്ട് ഇരിക്കുന്നല്ലേ. ഇനി കുറച്ചൊന്ന് ചൂട് കമ്മിയാകുമ്പോഴല്ലേ നമ്മൾ കുടിക്കുക. ആ ഒരു സമയമാകുമ്പോഴേക്ക് ഇത് പാകത്തിനുള്ള തിക്നെസ്സായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇവിടെ പാകത്തിനുള്ള ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇതിലും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പിലും കുറച്ചും കൂടി കുറച്ചിട്ടായാലും നിങ്ങൾക്ക് റവ ഇടായിട്ട്, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു തിക്നെസ്സിലാണ് കറക്റ്റ് ആ റവൻ്റെ ഫ്ലേവർ അടക്കം കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പൊതുവെ ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തരികാച്ചിയതാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്